എന്നാടാ എന്നാടാ കൊച്ചുഞ്ഞെ എന്നാ ദിവാസ്വപ്നം കണ്ട് കിടക്കാ നീ? ഹോ, ആരിത്? കുരിശിങ്കൽ ആനി ജോർജോ? എന്താണ്, കെട്ടിയന് സുഖമൊക്കെ തന്നെയല്ലോ? ഓ, അങ്ങേർക്ക് എന്നാ ഒരു സുഖത്തിനൊരു കുറവ്. നല്ല ചുന്ദരിയായ ഒരു കെട്ടിയോളില്ലയോ? അങ്ങേരുടെ കാര്യങ്ങൾക്കൊക്കെ എന്നാ കുറവുണ്ടാവാനാ? ആ പറഞ്ഞത് ഇച്ചിരി കൂടുതലല്ലോ ആനിയമ്മോ. വല്യപ്പച്ചനത് കേൾക്കണ്ട. ഓ, കേട്ട അങ്ങേരങ്ങനെ വലിച്ചു കേറ്റും. ഒന്ന് പോ ചെറുക്ക. ഓ, ആ പറഞ്ഞ നേരാണേ. എങ്ങനെ ഇരുന്ന മനുഷ്യനാ. അങ്ങ് ഇടുക്കിയിലൊറ്റക്ക് റബ്ബർ എസ്റ്റേറ്റൊക്കെ നോക്കി നടന്ന ആളാ. ഇപ്പൊ കണ്ടാ പറയോ? ഓ, അതൊക്കെ ഒരു കാലം. ഇപ്പോൾ അതൊക്കെ വല്ലതും നടക്കോ? അങ്ങേരെ പോലെ ആകാൻ ആർക്കാ പറ്റാ? നിന്റെ അപ്പെന്ന് പറയുന്നവനുണ്ടല്ലോ പ്രാഞ്ചി, ഈ കണ്ട കമ്പനി മൊത്തം നോക്കി നടത്താനല്ലാതെ അവനെ കൊണ്ടൊന്നും നോക്കൂല ഒറ്റയ്ക്ക് ആ മലമുകളിൽ കയറി ഐസ്റ്റേറ്റ് മൊത്തം നോക്കി നടത്താൻ. അന്നൊക്കെ അവന് 10-12 വയസ്സുള്ളൂ. അപ്പോഴാ മൂപ്പര് വെളുപ്പിന് 2 മണിക്ക് മല കയറുന്നത്. ഒറ്റയ്ക്ക് പോയി ആ കാട് മൊത്തം വെട്ടിത്തെളിച്ച് അവിടെ റബ്ബറും ഏലക്കയും കുരുമുളകൊക്കെ നട്ട് വളർത്തി പിന്നെ അത് ഒറ്റയ്ക്ക് തന്നെ ചുമന്ന് ചന്തയിൽ കൊണ്ടോ വിറ്റ്. ഹോ, അങ്ങേര് വരുന്ന വരെ എൻ്റെ മനസ്സിൽ തീയാണ്. ആരോട് പറയാനതൊക്കെ? ഈ ആനയും പുലിയൊക്കെ വരുന്ന സ്ഥലത്താണ് അങ്ങേരി ഒറ്റയ്ക്ക് പോകുന്നത്. ഹോ, ജീവനോടെ വന്നാ പറയാ വന്നെന്ന്. അതൊക്കെ ഒരു കാലം. അത് ഓർക്കുമ്പോഴാ ഇവിടെ ഉള്ള ഐറ്റങ്ങളെ എടുത്ത് കളയാൻ തോന്നുന്നേ. നിന്നെയൊക്കെ എന്നാത്തിന് കൊള്ളാട ചെറുക്ക, ഇങ്ങനെ മലന്ന് കിടന്ന് ദിവാസ്വപ്നം കാണാനല്ലാതെ. ഓ, അല്ലേലും ആനിയമ്മക്ക് നിങ്ങളുടെ കെട്ടിയോനെ കഴിഞ്ഞിട്ടല്ലേ ഞങ്ങളൊക്കെ ഉള്ളൂ. അങ്ങേര് പാവമല്ലേടെ കൊച്ചുഞ്ഞെ. ഇനി എൻ്റെ കുഞ്ഞു വാ വാ, ഈ നേരത്ത് ഇവിടെ ഇങ്ങനെ ഇരിക്കാതെ നമുക്ക് പോയി പ്രാർത്ഥന ചൊല്ലാം വാ. ഓ, അപ്പൊ അതാണ് കാര്യം. വെറുതെ അല്ല ഈ കണ്ട സ്റ്റെപ്പൊക്കെ കയറി ഇങ്ങ് വന്നത്. എന്നാലും ജാനിയമ്മേ. ഓ, അതിനിപ്പോ എന്നാ? ഈ കാലത്ത് ഈ ദൈവവിചാരമില്ലാതൊക്കെ എങ്ങനാ കുഞ്ഞേ നീ ഇങ്ങ് വന്നേ? ഏയ്, ഈ വെല്ലുമിച്ചി ഞാനെങ്ങും ഇല്ല. ആനിമ പോയി ചൊല്ലിക്കോ. ഇത് ചെറുക്ക, വന്ന് പ്രാർത്ഥന ചൊല്ലാൻ നോക്കിക്കോ. വീട്ടിലുള്ളപ്പോഴെങ്കിലും നിനക്കൊന്ന് കുടുംബ പ്രാർത്ഥന കൂടിയാൽ എന്താടാ? എനിക്കൊന്നും മേല ആനിയമ്മോ. ആനിയമ്മ ചെല്ലാൻ നോക്കൂ. ചീ, കുണുങ്ങാതെ വാട ചെക്ക. ദേ, എന്നെ കൊണ്ട് ചട്ടകം എടുപ്പിക്കരുത് നീ. അവൻ്റെ ഒരു കിന്നാരം. വന്ന് പ്രാർത്ഥന ചൊല്ലാൻ നോക്ക് ചെറുക്ക. അങ്ങനെയെങ്കിൽ ഈ പ്രാവശ്യം നീ സപ്ലി ഇല്ലാതൊന്ന് ജയിക്കട്ടെ. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ നിങ്ങളുടെ ശത്രുക്കൾ. ഓ, പൊക്കിയോ? നിനക്കൊന്ന് നേരത്തെ വന്നൂടെ? അങ്ങനെയാണെങ്കിൽ ഇത് കഴിഞ്ഞിട്ടൊന്നും മനുഷ്യന്മാർക്ക് പോകായിരുന്നു. ഹ, ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു നേരത്തെ മുങ്ങിക്കാണെന്ന്. ഇപ്പോഴാ ഒന്ന് സമാധാനായേ. തെണ്ടി, ഈ വീട്ടിലുള്ള എല്ലാം കണക്കാം. എന്നാടാ ചാച്ചി, നിനക്ക് ആരാ ഇവിടെ കൊള്ളില്ലാത്ത? അങ്ങനൊന്നും ഇല്ല വല്യപ്പച്ച, ഞാനൊന്നും പറഞ്ഞില്ല അതിന്. ഏയ്, ഇല്ല വല്യപ്പച്ച, ഇച്ച പറഞ്ഞതാ ഇപ്പൊ തന്നെ. ഇവിടെ ആരും ശരിയല്ല, വല്യപ്പച്ചൻ തീരെ ശരിയല്ലാന്ന്. ആണോടാ ചെറുക്ക? നിനക്ക് ഞാൻ ശരിയല്ലേ? അവനല്ലടാ, നിന്റെ അപ്പനാ ശരിയല്ലാത്തെ. അതുകൊണ്ടല്ലേ 2 വാഴകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ. എൻ്റെ അപ്പച്ചന് വേറെ പണിയൊന്നുമില്ലേ ഇവന്മാരോട് കിടന്ന് തല്ല് പിടിക്കാൻ? എന്താടി കാന്താരി കിടന്ന് എളിക്കുന്നേ? നിന്റെ പപ്പയാ പറഞ്ഞേ. അല്ല, കൊച്ചിനെ പറഞ്ഞേ, കൊച്ചു. വന്ന് വന്ന് പിള്ളേർക്കൊന്നും ഒരു ബഹുമാനില്ലാതെ. അല്ലേലും എങ്ങനെയാ? ഇച്ചേനല്ലേ മുതല്. ഇത്രയൊക്കെ പ്രതീക്ഷ മതി. ദേ പിള്ളേരെ, മിണ്ടാതിരുന്ന് പ്രാർത്ഥന എത്തിക്കാൻ നോക്കി. പ്രാർത്ഥന സമയത്താ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നത്. എന്റെ പൊന്നു കർത്താവേ, ഇവിടെ ഉള്ളവർക്ക് നല്ല ബുദ്ധി കൊടുക്കണേ. ഇവർക്ക് എന്റെ വില മനസ്സിലാക്കി കൊടുക്കണേ കർത്താവേ. ഇതൊക്കെ ഇനി എപ്പോഴാണ് കഴിയ എന്റെ പൊന്നു കർത്താവേ. പെട്ടും പോയ മനുഷ്യൻ. എന്ത് നിങ്ങളോ? നിങ്ങൾക്ക് നാളല്ലേ മനുഷ്യ? പ്രാർത്ഥന എത്തിക്കുന്ന സമയത്താണ് നിങ്ങളുടെ കിന്നാരം. ഇവിടെ എന്തൊക്കെയായി പറയുന്നേ? എടേ, ഞാൻ നിന്നോട് ഇതിപ്പോ കഴിയുമെന്ന് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. അയ്യേ, അതായിരുന്നു. ഞാൻ വിചാരിച്ചു. നീ എന്ത് വിചാരിച്ചു എന്ന്? ഒന്നുമില്ല, പ്രാർത്ഥന ഇപ്പൊ കഴിയാറായെന്ന് പറയായിരുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ.
സുസൻ, നീ പോയി ഭക്ഷണമൊക്കെ എടുത്ത് ടേബിളിൽ വെക്കും, വേണ്ടവർ വന്നെടുത്ത് കഴിക്കട്ടെ. ഈ അമ്മച്ചിക്ക് ഇത് എന്നാ പറ്റി? കുറെ നേരം ആയല്ലോ ഇത് തുടങ്ങിയിട്ട്. ഞാൻ വന്നപ്പോ മുതൽ ശ്രദ്ധിക്കുന്നതാ. എവിടെയോ എന്തൊക്കെയോ ഒരു തകരാറുണ്ടല്ലോ അഡ്വിച്ച. അതവര് ഭാര്യയും ഭർത്താവും തമ്മിലൊന്ന് ഉരസി, അതിന്റെയാ. കുറച്ച് കഴിയുമ്പോ ശരിയായിക്കോളും. വെറുതെ അല്ല നോക്കി ഇങ്ങനെ വീർപ്പിച്ചു വെച്ചേക്കുന്നെ. ருக்கோ, அம்பாடி, இங்க வாங்கோ. எனக்கு உங்ககிட்ட கொஞ்சம் பேசணும். எங்க இருக்கு நீ? வந்துட்டு இருக்கு வല്യപ്പാ. என்னாச்சு? എന്തിനാ എന്നെ വിളിച്ചേ? അമ്പാടി, നാളെ ഉനക്ക് കോളേജ് ആരംഭിക്കല്ലേ. അപ്പൊ നീ കോളേജിക്ക് പോണതിന് മുമ്പ് കോൽക്കിട്ട് പോങ്കോ. എന്നിട്ട് നന്നായി പ്രാർത്ഥിക്ക്, കേട്ടോ? ആ, അപ്പ പോരെ. ഞാൻ മീനുവിനോട് പറഞ്ഞിട്ടുണ്ട് രാവിലെ വരാൻ, അമ്പലത്തിൽ പോകാൻ. അതെന്തായാലും നന്നായി. രണ്ടുപേരും നല്ലപടിയെ പ്രാർത്ഥിച്ചു. പ്രശ്നങ്ങളൊന്നുമില്ലാതെ നല്ലവണ്ണം ക്ലാസ്സൊക്കെ മനസ്സിലാക്കാനും നല്ല രീതിയിൽ പഠിച്ച് പാസ്സാവാനും പ്രാർത്ഥിച്ചു, കേട്ടോ? അയ്യ, ഞാനൊന്നും അങ്ങനെ പ്രാർത്ഥിക്കില്ല. കോളേജ് ആകുമ്പോ കുറച്ചൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ടേ? അല്ലെങ്കിൽ പിന്നെ എന്ത് രസമാണ് ഉണ്ടാവുക അപ്പാ? ആ, നല്ല ആളുടെ അടുത്താണ് നിങ്ങൾ ഉപദേശിക്കുന്നേ. ഇവളായിട്ട് ഇനി വല്ല പ്രശ്നം ഉണ്ടാക്കുമെന്നാ എൻ്റെ പേടി. അവളെ ചെല്ലം താനേ. അവൾ അപ്പടിയൊന്നും ചെയ്യാതെ അല്ലേ അമ്പാടി? അയ്യോ, അതൊന്നും പറയാൻ പറ്റില്ലപ്പാ. എടി കള്ളി, എന്തെങ്കിലും കുരുത്തക്കേട് വെച്ച് നീ ഇങ്ങ് വാ, എന്റെ ഒന്ന് കെട്ടും. ഒവ്വ, അപ്പ ഇങ്ങനെയൊക്കെ പറയും. എന്നിട്ട് കാര്യം വരുമ്പോ അപ്പ അവളും ഒറ്റക്കെട്ട്. ഞാനല്ലാതെ എന്റെ കുഞ്ഞിന് പിന്നെ ആര് കൂട്ടിക്കാനാ? ഇവളെന്റെ കുഞ്ഞി കാന്താരിയല്ലേ. ആ, ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? അല്ലേലും എല്ലാവരും ഇവക്ക് സപ്പോർട്ടാ. പിന്നെ എങ്ങനെ ഇവളെ വഷളാക്കാതിരിക്കാം? അതിന് അവളിപ്പോഴാ വഷളായേ? അവൾ എന്റെ പെങ്ങളാ. അവൾ അങ്ങനെ തെറ്റായിട്ടൊന്നും ചെയ്യില്ല. എനിക്കറിയാം അവളെ. അങ്ങനെ പറഞ്ഞു കൊടുക്കേട്ടാ. ഈ ഇടത്തേക്ക് ഒന്നും അറിയില്ല. ഓ, അല്ലേ എനിക്കൊന്നും അറിയണ്ട. എല്ലാം അറിയുന്ന രണ്ടുപേരുണ്ടല്ലോ ഈ വീട്ടില്. ലോകത്ത് എവിടെ ഇല്ലാത്തൊരു ഏട്ടനും അനിയത്തി. അല്ലേലും ഏട്ടനും അനിയത്തിക്ക് അവരെ കെട്ടിക്കഴിഞ്ഞാൽ വേറെ ആരും വേണ്ടല്ലോ. കുശുമ്പിപ്പാറ്. അങ്ങനെന്നാ ഞാൻ എടുത്തേ വിട്ട് പോകൂല. എടുത്തി ഏട്ടനെ പോലെ തന്നെയാ എനിക്ക് ഏടത്തിയും. രമ്യ പുതിയ പോസ്റ്റ് ഇട്ടല്ലോ. ഇതേതാ ഇവളുടെ അടുത്ത് പുതിയൊരു കൊച്ച്? എന്തായാലും കൊള്ളാം. എന്താടാ പൊട്ടി ഈ നേരത്ത്? നിനക്കൊന്നും ഉറക്കില്ലേടാ? ഓ, ഈ പറയണ നീ ഭയങ്കര ഉറക്കത്തിലായിരുന്നല്ലോ. ഒന്ന് പോവാ റോഷ കിടന്ന് ചിണങ്ങാതെ. ആ, അത് വിട്. നീ എന്തിനാ വിളിച്ചേന്ന് പറ. വേറെന്തിനാ നാളത്തെ കാര്യം അറിയാൻ. അത് തന്നെ. ഇതിന് നാളെ എന്താ പ്രത്യേകത? എടാ, നാളെയല്ലേ ഫ്രഷേഴ്സ് ഡേ. നീ അതൊക്കെ മറന്നോ? എല്ലാം പറഞ്ഞു വെച്ചിട്ട്. ഓ, ആ ദിനം നാളെ ആയിരുന്നല്ലേ. ഓ സുന്ദരിമണി, ഇതൊക്കെ ആദ്യമായിട്ട് കാലെടുത്ത് വെക്കുന്ന ദിവസം. അതങ്ങ് ഉഷാറാക്കണം. ആ, അതാ പറഞ്ഞേ. അല്ല, അപ്പൊ നാളെ നീ എങ്ങനെയാ വരുന്നേ? ഞാൻ എംബ്രിയുടെ ഒപ്പം. എന്റെ ബൈക്ക് കേടായിരിക്ക. അപ്പൊ ഞാൻ എംബ്രിയുടെ ഒപ്പം വരാം. ശരി എന്നാ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. എനിക്ക് നാളെ കാണാം. ശരി. എന്ത് പറ്റി ഭരത്തേട്ടാ? എന്താ കിടക്കുന്നില്ലേ? നാളത്തെ കാര്യം ആലോചിച്ചിട്ട് എന്നാന്നറിയില്ല. പഴയ പോലെ അല്ലല്ലോ. കോളേജിലൊക്കെ ആയില്ലേന്ന് നമ്മുടെ മധു. എല്ലാം നല്ലവണ്ണം നടന്നാ മതിയായിരുന്നു. അവിടെ പ്രശ്നമൊന്നും ഉണ്ടാവാതിരുന്നാ മതിയായിരുന്നു. ഇവിടത്തെ പോലെ അല്ലല്ലോ. കോളേജിൽ എങ്ങനെയുള്ളവരൊക്കെ വരുന്നേ പഠിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. അവൾക്ക് വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരിക്കും അല്ലേ? എന്റെ ഭരത്തേട്ട, നിങ്ങൾ അതാലോചിച്ചിരിക്കുകയായിരുന്നോ? രുക്കൂനില്ലാത്ത പേടിയാണല്ലോ നിങ്ങൾക്ക്. കോളേജല്ലേ, നിങ്ങളെ പാട് കണ്ടതൊന്നും അവളെ കെട്ടിച്ചു വിടാൻ പോകുകയാണ്. ഇതിനെന്തിനാ ഇത്ര ടെൻഷൻ അടിക്കുന്നേ? ലക്ഷ്മി, നിനക്കറിയാവുന്നതല്ലേ എനിക്ക് അവള്. ആ, എനിക്കറിയാം. അതിങ്ങനെ പറയണ്ട. ഭരത്തേട്ടന് എല്ലാമാണ് രുക്കുവെന്ന് എനിക്കറിയാം. അറിയാഞ്ഞിട്ടല്ല. പക്ഷെ ഇങ്ങനെ ചെറിയ കാര്യത്തിനൊക്കെ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മുടെ രുക്കുവിന് ഒരു പ്രശ്നവും ഇല്ല. അവളെല്ലാം നല്ലവണ്ണം ഹാൻഡിൽ ചെയ്യും. അതിനുള്ള കഴിവൊക്കെ ഉണ്ട് നമ്മുടെ രുക്കുവിന്.